നമസ്കാരം, മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 17 സ്ത്രീകൾക്ക് ജയം. തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ ജയം ഇതാദ്യം. വോട്ടെടുപ്പ് നടന്നത് 284 മുനിസിപ്പാലിറ്റികളിലേക്ക്. കുവൈത്തിൽ അതിശൈത്യത്തിന് വരും ദിവസങ്ങളിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തണുപ്പ് കുറയാൻ ഇടയാക്കിയത് യൂറോപ്പിൽ നിന്നുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത കുറവ്. താപനിലയിൽ നേരിയ വർധന. ചികിത്സയിൽ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ പിരിച്ചുവിടുമെന്ന് കുവൈത്ത്. സേവനത്തിൽ വീഴ്ച വരുത്തിയതിന് നിരവധി പേരെ തെളിവെടുപ്പിനായി കൈമാറി. നടപടികളിൽ സ്വദേശി വിദേശി വേർതിരിവില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. ലിബിയയിൽ ഐക്യസർക്കാർ രൂപീകരണത്തിന് പിന്തുണയുമായി അമേരിക്കയും ഇറ്റലിയും. സർക്കാർ രൂപീകരണം ആഭ്യന്തര കലഹവും IS വ്യാപനവും തടയുമെന്ന് വിലയിരുത്തൽ. ഐക്യസർക്കാർ രൂപീകരണ കരാർ ഡിസംബർ 16 ഒപ്പുവെക്കും. വടക്കൻ ഇറാഖിലെ IS സ്വാധീന മേഖലകളിൽ തുർക്കിയുടെ സൈനിക വിന്യാസം തുടരുന്നു. തുർക്കി നടപടിക്കെതിരെ ഇറാഖിലെങ്ങും പ്രതിഷേധം. വിമതർക്ക് നേരെ സൈന്യം നടത്തുന്ന വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സൗദി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 17 സ്ത്രീകൾ വിജയിച്ചു. ഇതാദ്യമായാണ് സൗദിയിൽ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ വിജയിക്കുന്നത്. 284 മുനിസിപ്പാലിറ്റികളിലേക്ക് 2106 അംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. 47.4% പേരാണ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ആരംഭിച്ചത്. മക്കയിൽ നിന്നുള്ള സാലിമ ബിൻ ഹസാബ് അൽ ഉത്തൈബിയുടെ പേരാണ് സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യ വിജയിയായി പ്രഖ്യാപിച്ചത്. സൗദിയിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യ വനിത എന്ന നിലയിൽ ഇവർ ചരിത്രത്തിൽ ഇടം നേടി. മക്ക പ്രവിശ്യയിലെ മദ്രക മുനിസിപ്പൽ കൗൺസിലേക്കാണ് ഇവർ വിജയിച്ചത്. റിയാദ്, മക്ക പ്രവിശ്യകളിൽ 3 പേരും ഖസീം, അൽഹസ പ്രവിശ്യകളിൽ 2 വനിതകളും വിജയിച്ചു. ജിദ്ദ മുനിസിപ്പാലിറ്റിയിലേക്ക് ഡോക്ടർ ലിമ ബിൻ അബ്ദുൽ അസീസ്, റഷ ഹിഫ്ലി, ഖസീമിലെ ബത്തീൻ മുനിസിപ്പാലിറ്റിയിൽ ബദ്രിയ ബിൻ അലി റഷീദി, മിഷായിൽ ബിൻ ദുബൻ അസുഹൈലി, അൽഹസയിൽ സന അബ്ദുൽ ലത്തീഫ്, മാസൂമ അബ്ദുൽ മുഹ്സിൻ എന്നിവരുമാണ് വിജയിച്ചത്. അൽജോഫിൽ ഹനൂഫ് അൽ ഹസിമി, ജീസാനിൽ ഈഷ ബിൻ ഹമൂദ്, ഖത്തീഫിൽ ഹദറ അൽ മുബാറക്, മദീനയിൽ ഫർഹ ലൌഫി എന്നിവരും വിജയിച്ചവരിൽ ഉൾപ്പെടും. ഹായിൽ പ്രവിശ്യയിലും ഒരു വനിതാ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ 47.4% പോളിംഗ് രേഖപ്പെടുത്തിയത്. 7,02,542 പേർ തങ്ങളുടെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചു. വടക്കൻ അതിർത്തി പ്രവിശ്യയിലാണ് ഏറ്റവും കൂടിയ പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയത്. 74.3%. 26% രേഖപ്പെടുത്തിയ അൽഹസയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ്. അതേസമയം ഏറ്റവും കൂടുതൽ പേർ വോട്ട് ചെയ്തത് റിയാദ് പ്രവിശ്യയിലാണ്. 1,16,000 പേർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാദിൽ നിന്നും റബി മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. റബി, സൗദിയിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ മത്സരിക്കുന്നതും വിജയിക്കുന്നതും വോട്ടവകാശം രേഖപ്പെടുത്തുന്നതും. ഭരണരംഗത്തേക്കുള്ള സ്ത്രീകളുടെ കടന്നുവരവിനെ എങ്ങനെയാണ് സൗദി നോക്കിക്കാണുന്നത്? റബി, സൗദി തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് സ്ത്രീകൾ മത്സരിക്കുന്നതും വിജയിക്കുന്നതും അതുപോലെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നതും. ഭരണരംഗത്തേക്കുള്ള സ്ത്രീകളുടെ കടന്നുവരവിനെ എങ്ങനെയാണ് സൗദി നോക്കിക്കാണുന്നത്? സൗദി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 17 സ്ത്രീകൾ വിജയിച്ചു. ഇതാദ്യമായാണ് സൗദിയിൽ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ വിജയിക്കുന്നത്. 284 മുനിസിപ്പാലിറ്റികളിലേക്ക് 2106 അംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. 47.4% പേരാണ് ഇന്നലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഈ വാർത്തയിലേക്ക് തിരിച്ചു വരാം. മറ്റൊരു വാർത്തയിലേക്ക്. ചികിത്സാ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം. സേവനത്തിലെ വീഴ്ചകൾ കാരണം നിരവധി ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതായും ഇക്കാര്യത്തിൽ സ്വദേശി വിദേശി വേർതിരിവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഡോക്ടർമാർ ഉത്തരവാദിത്ത നിർവഹണത്തിൽ വരുത്തുന്ന വീഴ്ചകൾ പിടികൂടാനും അവർക്കെതിരെ നടപടിയെടുക്കാനും സംവിധാനമില്ലെന്ന ആക്ഷേപം വ്യാപകമായതിനെ തുടർന്നാണ് ആരോഗ്യ മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ കാരണം ജനങ്ങളുടെ ആരോഗ്യവും ജീവനും അപകടത്തിലാകുന്ന സാഹചര്യം ഒരിക്കലും വെച്ചുപൊറുപ്പിക്കില്ലെന്ന് MOH അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മഹമ്മൂദ് അബ്ദുൽ ഹാദി പറഞ്ഞു.
വിവിധ തരത്തിലുള്ള പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിനകം നിരവധി ഡോക്ടർമാരെ തെളിവെടുപ്പിനായി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വിദേശികളും സ്വദേശികളുമുണ്ട്. ജോലിയിൽ അബദ്ധങ്ങളും പിഴവുകളും വരുത്തി രോഗികളെ പ്രയാസത്തിലാക്കുന്ന ഡോക്ടർക്കെതിരെ 5 തരത്തിൽ ക്രമാനുസൃതമായാണ് ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുകയെന്ന് അബ്ദുൽ ഹാദി പറഞ്ഞു. രോഗികൾ ഉന്നയിക്കുന്ന പരാതികൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം മുന്നറിയിപ്പ് നൽകും. കൃത്യവിലോപം ആവർത്തിക്കുന്നതായി കണ്ടെത്തിയാൽ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക പിഴയായി പിടിക്കും. തുടർന്നും ഇതാവർത്തിക്കുകയാണെങ്കിൽ നിലവിലെ തസ്തികയിൽ നിന്ന് തരം താഴ്ത്തുകയും 4ാമത്തെ ഘട്ടത്തിൽ ശമ്പളം കുറക്കുകയും ചെയ്യും. ഇതേ ഡോക്ടർക്കെതിരെ തന്നെ വീണ്ടും പരാതികൾ വരികയാണെങ്കിൽ മറ്റൊരവസരം നൽകാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും അബ്ദുൽ ഹാദി കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന അതിശൈത്യത്തിന് വരും ദിവസങ്ങളിൽ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. യൂറോപ്പിൽ നിന്നുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗതയിലുണ്ടായ കുറവാണ് തണുപ്പ് കുറയാൻ ഇടയാക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആക്ടിംഗ് മേധാവി സമി അൽ ഉസ്മാൻ അറിയിച്ചു. ഇത്തവണ ശൈത്യകാലാരംഭത്തിൽ തന്നെ അതികഠിനമായ തണുപ്പാണ് രാജ്യത്ത് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ 2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കുവൈത്തിന്റെ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. വെള്ളിയാഴ്ച ഇത് 5 മുതൽ 7 വരെ ഡിഗ്രിയായി വർദ്ധിച്ചു. അടുത്ത ദിവസങ്ങളിൽ കൂടിയ താപനില 20 മുതൽ 22 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് 8 മുതൽ 10 ഡിഗ്രി സെൽഷ്യസുമാകുമെന്നാണ് കുവൈത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. യൂറോപ്പിൽ നിന്നുള്ള വടക്കു പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതാണ് തണുപ്പ് കുറയാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആക്ടിംഗ് ഡയറക്ടർ സാമി അൽ ഉസ്മാൻ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം മുതൽ കുവൈത്ത് ഉൾപ്പെടുന്ന ഗൾഫ് മേഖല അൽമുറബാനിയ എന്ന അതിശൈത്യഘട്ടത്തിലേക്ക് കടന്നതായി ഗോളശാസ്ത്രജ്ഞൻ ആദിൽ അൽ സൗദൂൻ പ്രസ്താവിച്ചു. ഡിസംബർ 7 മുതൽ ജനുവരി 14 വരെ നീണ്ടുനിൽക്കുന്ന അൽമുറബാനിയ സീസൺ സാധാരണഗതിയിൽ സാമാന്യം ശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്ന സീസണായാണ് കണക്കാക്കപ്പെടുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ സുഹൈൽ നക്ഷത്രത്തിന്റെ ഉദയത്തെ അടിസ്ഥാനമാക്കിയാണ് അറബികൾ തണുപ്പിന്റെ വിവിധ ഘട്ടങ്ങളായി കണക്കാക്കി വരുന്നത്. ശക്തമായ ചൂടിന് ആശ്വാസം തോന്നി തുടങ്ങുകയും രാജ്യം പതിയെ തണുപ്പിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന അൽവസം എന്ന ആദ്യഘട്ടത്തിന് ശേഷമാണ് അൽമുറബാനിയ എത്തിയത്. ഇതിനുശേഷം വരുന്ന അഷബത്ത്, അല്ലക്കാരിബ്, അദ്ദിറായിൻ എന്നിവ തണുപ്പിന്റെ വിവിധ അവസ്ഥാന്തരങ്ങളായാണ് ഗണിക്കപ്പെടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. സൗദി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ 17 സ്ത്രീകൾ വിജയിച്ചു. ഇതാദ്യമായാണ് സൗദിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ വിജയിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തരാൻ റിയാദിൽ നിന്നും റബി മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. റബി, താങ്കൾക്ക് കേൾക്കാമോ? റബി, ഇതാദ്യമായാണ് സൗദിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ മത്സരിക്കുന്നതും അതുപോലെ വിജയിക്കുന്നതും വോട്ടവകാശം രേഖപ്പെടുത്തുന്നതുമെല്ലാം. എങ്ങനെയാണ് സൗദി പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? സ്ത്രീകൾ ഭരണരംഗത്തേക്ക് കടന്നു വരുന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അഞ്ജിത, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മത്സരിക്കുന്നതും കൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലടക്കം വളരെ ശ്രദ്ധ നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്നലെ നടന്ന സൗദി മുനിസിപ്പൽ കൗൺസിലേക്കുള്ള 3ാമത് തെരഞ്ഞെടുപ്പ്. 2005-ലും 2010-ലും ഈ രീതിയിൽ ജനാധിപത്യ രീതിയിൽ സൗദിയിൽ മുനിസിപ്പൽ കൗൺസിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും ഒന്നും സ്ത്രീകൾക്ക് മത്സരിക്കാനോ വോട്ട് ചെയ്യാനോ ഒന്നും തന്നെ അവകാശമുണ്ടായിരുന്നില്ല. 2011-ൽ അന്തരിച്ച സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവാണ് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ അവസരം നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ സൗദിയുടെ പരമോന്നത ബോഡിയായ സൗദി ഷൂറ കൗൺസിൽ 150 അംഗങ്ങളുള്ള ഷൂറ കൗൺസിൽ നിലവിൽ 30 സ്ത്രീകളെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പകുതിയോളം ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മൊത്തം വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്ന 15 ലക്ഷത്തോളം ആളുകളായിരുന്നു. അതിൽ പകുതിയോളം ആളുകളാണ് വോട്ട് ചെയ്തത്. മൊത്തം ഇതുവരെ അറിവായ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ 17 സ്ത്രീകളാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇതിലും മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മക്കയിൽ നിന്നുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മക്ക പ്രവിശ്യയിൽ 3 പേരും റിയാദിൽ 3 പേരുമാണ് വിജയിച്ചത്. റിയാദിൽ ഐല ഹക്കീം, ഹുദ അബ്ദുറഹ്മാൻ, ജവാഹിർ ഉസ്മാൻ എന്ന 3 പേരാണ് റിയാദിൽ വിജയിച്ചത്. പല പ്രമുഖ വനിതാ സ്ഥാനാർത്ഥികളും വിജയിച്ചവരിൽ ഉൾപ്പെടുന്നു. ജിദ്ദ മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ച ലിബാബിന്ദ് അബ്ദുൽ അസീസ് എന്ന് പറയുന്നത് സൗദിയിലെ പ്രമുഖ വ്യവസായിയും അതുപോലെ തന്നെ ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അന്താരാഷ്ട്ര തൊഴിൽ ഓർഗനൈസേഷനിലടക്കം നിരവധി സൗദി സമിതികളുടെ അധ്യക്ഷയായി പങ്കെടുക്കുകയും ചെയ്ത ആളുകളാണ് അദ്ദേഹം വരുന്നവർ. അതുപോലെ തന്നെ അൽഹസ പ്രവിശ്യയിൽ മൊത്തം നടന്ന 32 പേരിൽ ആദ്യ ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ടാണ് സന അബ്ദുൽ ലത്തീഫ് വഹാബ് വിജയിച്ചത്. അതുപോലെ തന്നെ അവിടെ വിജയിച്ച മഅ്സൂം അബ്ദുൽ മുഹ്സിൻ 6ാം സ്ഥാനക്കാരിയാണ് വിജയിച്ചത്. അങ്ങനെ പല രീതിയിൽ നോക്കുകയാണെങ്കിലും
ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള അർത്ഥത്തിൽ വളരെ വിജയകരമായി തന്നെയായിരുന്നു സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ത്രീകളും എണ്ണവും വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് സൗദി സമൂഹം നീങ്ങുന്നതോടൊപ്പം തന്നെ സൗദിയിലെ സ്ത്രീകളും നീങ്ങുന്നു എന്നുള്ളൊരു തെളിവായിട്ട് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇനി മൊത്തം മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങളിൽ 2 ഭാഗം ആളുകളെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തിയത്. ഇനി ബാക്കി 1/3 ഭാഗം ആളുകളെ സർക്കാർ നോമിനേറ്റ് ചെയ്യും. അതിൽ വനിതകൾ ഉൾപ്പെടുമോ എന്ന് ഇന്നലെ നമ്മൾ മാധ്യമപ്രവർത്തകർ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിരുന്നു. സ്ത്രീകൾ വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന് അദ്ദേഹം ഇന്നലെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വനിതകൾ ഈ തരത്തിൽ മുനിസിപ്പൽ കൗൺസിലിലേക്ക് വരാനും സാധ്യതയുണ്ട്. എഞ്ചിനീയർമാർ അടക്കമുള്ള സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും ഇത്തരം മുനിസിപ്പൽ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുക. ജനുവരി 1-ാം തീയതിയാണ് നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അധികാരമേൽക്കേണ്ടതെങ്കിലും അന്ന് വെള്ളിയാഴ്ച ആയതിനാൽ അടുത്ത പ്രവൃത്തി ദിവസമായ ജനുവരി 3-നായിരിക്കും പുതിയ ഭരണസമിതിയിലെ അംഗങ്ങൾ ഇപ്പോൾ ചുമതലയേൽക്കുക. സൗദി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളാണ് റബി മുഹമ്മദ് നൽകിയത്. മറ്റ് വാർത്തയിലേക്ക്. ബഹ്റൈനിൽ ചെലവ് ചുരുക്കൽ നയത്തിന്റെ ഭാഗമായി കൂടുതൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ വേണമെന്ന് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു. പൊതുചെലവുകൾ വെട്ടിക്കുറയ്ക്കുകയും രാജ്യത്തിന്റെ വരുമാനം മനുഷ്യ വിഭവശേഷി വികസനത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. സ്വദേശി കേന്ദ്രീകൃത വികസന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകണം. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ബോർഡ് അംഗങ്ങൾക്ക് നൽകിവരുന്ന വാർഷിക ബോണസ് നിർത്തലാക്കണമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. യാത്രാ ചെലവുകളും വിദേശ ചികിത്സാ ഫണ്ടും വെട്ടിക്കുറയ്ക്കണമെന്നും ശുപാർശയിലുണ്ട്. മുൻ ഉപപ്രധാനമന്ത്രിയും ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ അധ്യക്ഷനുമായ ഷെയ്ഖ് അഹമ്മദ് ഫഹദ് അൽ സബായിനെതിരെ കോടതിയലക്ഷ്യ കുറ്റം. കുവൈറ്റ് കുറ്റാന്വേഷണ കോടതിയാണ് രാജകുടുംബത്തിലെ പ്രമുഖനായ ഷെയ്ഖ് അഹമ്മദ് അൽ സബായിന് ജുഡീഷ്യറിയെ നിന്ദിച്ചു എന്ന കുറ്റത്തിന് 6 മാസത്തെ തടവും 1000 ദിനാർ പിഴയും വിധിച്ചത്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യറിയെ നിന്ദിക്കുന്ന രീതിയിൽ ടെലിവിഷൻ ചാനലിലൂടെ അഭിപ്രായ പ്രകടനം നടത്തിയെന്നാണ് കേസ്. നിലവിൽ ഫിഫ നിർവാഹക സമിതി അംഗം കൂടിയാണ് ഷെയ്ഖ്. സൗദിയിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ റിയാദിൽ നിർമ്മിക്കാൻ സൗദി സിനിമാ സമിതി മുതൽ മുടക്കുകാരുമായി ഒപ്പുവെച്ചതായി ദേശീയ വാർത്താ ചാനലായ അൽ ഇഹ്ബാരിയ റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക നിയമങ്ങളും രാജ്യത്തിന്റെ സംസ്കാരവും മാനിച്ചുകൊണ്ടുള്ള സിനിമകളാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക. ആദ്യ തിയേറ്റർ റിയാദിലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് സൗദി സിനിമാ നിർമ്മാണ സമിതി പ്രസിഡന്റ് ഫഹദ് അത്തമീമി പറഞ്ഞു. നിയമാനുസൃതം ലൈസൻസ് ലഭിച്ചതിന് ശേഷമായിരിക്കും തിയേറ്ററിന്റെ നിർമ്മാണവും പ്രവർത്തനവും ആരംഭിക്കുക. സൗദി സാഹചര്യങ്ങൾക്കും മൂല്യങ്ങൾക്കും നിരക്കുന്ന സാമൂഹ്യ ബോധവൽക്കരണത്തിന് ഉപകരിക്കുന്ന ചിത്രങ്ങളാണ് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയെന്നും ഫഹദ് അത്തമീമി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ ചോദ്യങ്ങളിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയുമായി ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാൻ ദുബായിൽ. ഈ മാസം 17-ന് പുറത്തിറങ്ങുന്ന തന്റെ ദിൽവാലെ എന്ന ചിത്രത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയ ഷാരൂഖ് ഖാന് ആരാധകരുടെ ഗംഭീര സ്വീകരണമാണ് ദുബായിൽ ലഭിച്ചത്. സിനിമയെക്കുറിച്ചല്ലാതെ ഇനി രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ലെന്ന് ഷാരൂഖ് ഖാൻ ദുബൈയിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെയാണ് വ്യക്തമാക്കിയത്. രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത് തന്നെ അപകടത്തിൽ ചാടിക്കുന്ന ഏർപ്പാടാണെന്നും സൂപ്പർ താരം വ്യക്തമാക്കി. ദുബൈ അറേബ്യൻ സെന്റർ ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങളിൽ ആയിരങ്ങളാണ് പ്രിയതാരത്തെ നേരിൽ കാണാൻ വന്നു ചേർന്നത്. ദിൽവാലെ സിനിമയിലെ നൃത്തം അവതരിപ്പിച്ചും സംഭാഷണം ഉരുവിട്ടും തന്റെ ആരാധകരെ കയ്യിലെടുക്കാനും ഖാൻ മറന്നില്ല. ദിൽവാലയിലെ സഹതാരങ്ങളായ കജോൾ, വരുൺ ധവാൻ, കൃതി സനോൻ എന്നിവരും ഷാരൂഖ് ഖാനൊപ്പം സന്നിഹിതരായിരുന്നു. ബോളിവുഡിലെ അടുത്ത തരംഗമായി മാറാൻ പോകുന്ന വരുൺ ധവാനും കൃതിക്കുമൊപ്പം വേദി പങ്കിടാൻ സാധിച്ചത് തന്റെ മഹാഭാഗ്യമാണെന്ന് വിനയം കൊള്ളാനും ഷാരൂഖ് ഖാൻ മടിച്ചില്ല. വൈകിട്ട് ദുബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഫിലിം ഫെയർ സംഘടിപ്പിച്ച താരനിശയിലും ഷാരൂഖ് ഖാൻ തന്നെയായിരുന്നു പ്രധാന ആകർഷണം. മീഡിയ 1 ദുബൈ. ദുബായ് ചലച്ചിത്രമേളയുടെ അനുബന്ധമായി സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ താരങ്ങളുടെ സജീവ പങ്കാളിത്തം. മലയാളത്തിൽ നിന്ന് നിവിൻ പോളിയായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. ദുബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഫിലിം ഫെയർ ഒരുക്കിയ ചടങ്ങാണ് ഇന്ത്യൻ പ്രതിഭകൾ കൈയടക്കിയത്. മദീനത്ത് ജുമൈറയിൽ നടന്ന ചടങ്ങിൽ ഷാരൂഖ് ഖാൻ, കജോൾ എന്നിവർക്ക് പുറമെ ബപ്പി ലാഹിരി ഉൾപ്പെടെ മുൻ പടക്കുതിരകളും അണിനിരന്നു. മികച്ച മേള ഒരുക്കാനും നസ്രുദ്ദീൻ ഷാ ഉൾപ്പെടെ ഇന്ത്യൻ സിനിമാ പ്രതിഭകളെ ആദരിക്കാനും ദുബൈ അധികൃതർ പുലർത്തുന്ന താൽപര്യത്തെ എല്ലാവരും അഭിനന്ദിച്ചു. ഷാരൂഖ് ഖാനെ പോലുള്ളവർ സംബന്ധിക്കുന്ന ചടങ്ങിൽ വേദിയിൽ കയറി നിൽക്കാൻ സാധിച്ചതുപോലും മഹാഭാഗ്യമാണെന്ന് മലയാള താരം നിവിൻ പോളി പറഞ്ഞു. മലയാള സിനിമയുടെ പുതിയ ജനകീയത ഏറെ ആഹ്ലാദകരമാണെന്നും നിവിൻ പോളി കൂട്ടിച്ചേർത്തു. ആദ്യമായിട്ടാണ് ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്.
ഫിലിം ഫെയർ മിഡിൽ ഈസ്റ്റ് ടീം 5 years കംപ്ലീറ്റ് ചെയ്യുകയാണ്. സോ അതിൻ്റെ ഒരു വെന്യൂവിൽ ഒരു ഓണർ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലൈക്ക് ദിസ് ഇസ് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഐ എം താങ്കിങ് ഫിലിം ഫെയർ. വിവിധ തുറകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. ജിദ്ദയിൽ അക്ഷരപ്രേമികളുടെ വസന്തോത്സവത്തിലേക്ക് സന്ദർശക പ്രവാഹം തുടരുന്നു. മക്ക മേഖലാ ഗവർണർ അമീർ ഖാലിദ് അൽ ഫൈസൽ ഉദ്ഘാടനം ചെയ്ത ജിദ്ദ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ആദ്യ ദിനങ്ങളിൽ തന്നെ സന്ദർശകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മക്ക ഗവർണറേറ്റും സാംസ്കാരിക മന്ത്രാലയവും ചേർന്നൊരുക്കിയ പുസ്തകമേള ഈ മാസം 22 വരെ നീണ്ടുനിൽക്കും. 9 വർഷങ്ങൾക്ക് ശേഷം വിരുന്നെത്തിയ പുസ്തകമേളയെ ഇരുകൈ നീട്ടിയാണ് ജിദ്ദ നിവാസികൾ സ്വീകരിച്ചത്. അബൂർ കടലോരത്തൊരുക്കിയ മേളയുടെ ആദ്യ ദിനങ്ങളിൽ തന്നെ സന്ദർശകരുടെ ഒഴുക്ക് തുടരുകയാണ്. 25 രാജ്യങ്ങളിൽ നിന്നുള്ള 440 പ്രസാധനാലയങ്ങളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കല, സാഹിത്യം, സംസ്കാരം, ഭാഷ, ശാസ്ത്രം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് വായനക്കാരെ കാത്തിരിക്കുന്നത്. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് കൂടുതലെങ്കിലും പല ഭാഷകളിലുള്ള പുരാതന കൃതികളും സ്റ്റാളുകളിൽ ലഭ്യമാണ്. വിശ്വ സാഹിത്യത്തിലെ ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അതിവിടെ ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അത് ഇവരുടെ ഈ പുതിയ തലമുറയുടെ അറബി യുവാക്കളുടെ അവരുടെ ചിന്തക്ക്, അവരുടെ പുതിയ ദർശനത്തിന് ഒരു മാനം നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബാലസാഹിത്യങ്ങൾക്കും മേളയിൽ അതീവ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പുസ്തക സ്റ്റാളുകൾക്ക് പുറമെ ഫോട്ടോഗ്രാഫി പ്രദർശനം, അറബി കാലിഗ്രാഫി പ്രദർശനം, ചിത്രരചനാ പ്രദർശനം എന്നിവയ്ക്കും പ്രത്യേക സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശന ഹാളിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെയർ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ഇംഗ്ലീഷ് പബ്ലിഷേഴ്സിന്റെ പുസ്തകങ്ങൾ അങ്ങനെ സ്റ്റാളുകളിൽ നിരന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുക. ഇതല്ല, ഇതിപ്പോൾ അറബി രാഷ്ട്രങ്ങളിൽ നിന്ന്, വിവിധ അറബി രാഷ്ട്രങ്ങളിൽ നിന്ന് ലോക സാഹിത്യത്തെയും ലോകവിജ്ഞാനത്തെയും അറബിയിലൂടെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. കേരളത്തിലെ പ്രമുഖ പ്രസാധനാലയമായ IPHന്റെ സാന്നിധ്യം മലയാളികളെ കൂടുതലായി മേളയിൽ എത്തിക്കുന്നുണ്ട്. 204 നമ്പർ സ്റ്റാളിലാണ് IPH സ്റ്റാൾ പ്രവർത്തിക്കുന്നത്. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഖത്തർ ടൂറിസം അതോറിറ്റിയും സംയുക്തമായി ഒരുക്കുന്ന ഡോക്യുമെന്ററി സിനിമയിലേക്ക് ഖത്തർ സ്വദേശികൾക്കും രാജ്യത്തെ താമസക്കാർക്കും അവസരം നൽകുന്നു. ദാരി ഖത്തർ എന്ന പേരിലൊരുക്കുന്ന ഡോക്യുമെന്ററിയിൽ ഓരോരുത്തരും മൊബൈൽ ഫോണിലോ വീഡിയോ ക്യാമറകൾ ഉപയോഗിച്ചോ എടുക്കുന്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ്. ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഖത്തർ ടൂറിസം അതോറിറ്റിയും സംയുക്തമായി ഖത്താറിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ദാരി ഖത്തർ എന്ന ഡോക്യുമെന്ററി സിനിമയുടെ വിശദാംശങ്ങൾ അറിയിച്ചത്. ഖത്തറിൽ കഴിയുന്ന സ്വദേശികളും വിദേശികളുമായ എല്ലാവർക്കും അവരുടെ ജീവിതം പറയാൻ ഡോക്യുമെന്ററിയിലൂടെ അവസരമൊരുക്കുകയാണ് ദാരി ഖത്തർ ലക്ഷ്യമിടുന്നതെന്ന് ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് CEO ഫാത്തിമ റുമേഹി പറഞ്ഞു. ദാരി ഖത്തർ ഭരണാധികാരികൾക്കുള്ള സമർപ്പണമാണെന്നും അവർ പറഞ്ഞു. രാജ്യത്തെ സൗഹൃദം, സന്തോഷം, സാമൂഹിക മാറ്റങ്ങൾ, കുടുംബാന്തരീക്ഷം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരും അയച്ചു നൽകുന്ന വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ചിത്രം നിർമ്മിക്കുക. ഇന്നു മുതൽ 2016 സെപ്റ്റംബർ വരെ ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിലേക്ക് വീഡിയോകൾ അയക്കാവുന്നതാണ്. രാജ്യത്തിന്റെ ടൂറിസം രംഗത്തെ പുതിയ ചുവടുവെപ്പായി ഈ ഡോക്യുമെന്ററി സംരംഭം മാറുമെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഡയറക്ടർ സെയ്ഫ് അൽ കുവാരി പറഞ്ഞു. ഓക്സിഡന്റൽ പെട്രോളിയം കോർപ്പറേഷൻ, പേൾ ഖത്തർ, യുണൈറ്റഡ് ഡെവലപ്മെന്റ് കമ്പനി എന്നിവയുടെ സഹകരണത്തോടെയാണ് 1 വർഷം നീണ്ടുനിൽക്കുന്ന ദാരി ഖത്തർ ഡോക്യുമെന്ററി സംരംഭം പൂർത്തിയാക്കുക. മീഡിയ 1, ദോഹ. പ്രവാസ ലോകത്തെ സിനിമാ തുടിപ്പുകൾ അടയാളപ്പെടുത്തി നോട്ടം ഹ്രസ്വ ചലച്ചിത്രമേള സമാപിച്ചു. മത്സര വിഭാഗത്തിൽ 13 ചിത്രങ്ങൾ മാറ്റുരച്ച മേളയിൽ സിയാദ് നൂർ സംവിധാനം ചെയ്ത വെട്ടത്തിനെന്തൊരു വെളിച്ചം മികച്ച ചിത്രമായും നിഷാദ് കാട്ടൂരിന്റെ അവിരാമം മികച്ച പ്രവാസി ചിത്രമായും തെരഞ്ഞെടുക്കപ്പെട്ടു. സീതാരാജ് അണിയിച്ചൊരുക്കിയ ക്ലേയാണ് മികച്ച ജനകീയ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. കേരള അസോസിയേഷനാണ് നോട്ടം എന്ന പേരിൽ തുടർച്ചയായ 3ാം വർഷവും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടി പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകൻ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സണ്ണി ജോസഫിനു പുറമെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് CS വെങ്കടേശ്വരൻ, മണിലാൽ എന്നിവരും ഹ്രസ്വചിത്രങ്ങൾ വിലയിരുത്താൻ എത്തിയിരുന്നു. പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തത പുലർത്തിയ 13 ചിത്രങ്ങളാണ് ഇത്തവണ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത്. അവധി കഴിഞ്ഞ് ഗൾഫിലേക്ക് മടങ്ങാനിരിക്കുന്ന പ്രവാസിയുടെ മനോവ്യഥകളിലൂടെ വികസിക്കുന്ന വെട്ടത്തിനെന്തൊരു വെളിച്ചം മികച്ച ചിത്രമായി ജൂറി അംഗങ്ങൾ തെരഞ്ഞെടുത്തു. വെട്ടത്തിനെന്തൊരു വെളിച്ചം, MFEO എന്നീ സിനിമകൾ ഒരുക്കിയ സിയാദ് നൂറാണ് മികച്ച സംവിധായകൻ. അവിഹിത ബന്ധങ്ങളുടെ നിരർത്ഥകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന അവിരാമത്തിന് മികച്ച പ്രവാസി ഹ്രസ്വചിത്ര പുരസ്കാരം ലഭിച്ചപ്പോൾ ഓഡിയൻസ് പോളിലൂടെ സീതാരാജിന്റെ ക്ലേ മികച്ച ജനകീയ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. MFEOയിലെ പ്രകടനത്തിന് അനീഷ് മേനോൻ മികച്ച നടനായും ക്ലേ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സന്ധ്യ ഷിജിത്ത് മികച്ച നടിയായും അമാനി അസ്മ മികച്ച ബാലതാരമായും തെരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് കണിയാപുരം രാമചന്ദ്രൻ സ്മാരക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
UAE ദേശീയ വിമാന കമ്പനിയായ ഇതിഹാദ് എയർവേസ് യമനിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കെനിയയിലെ 2 വിദ്യാലയങ്ങൾ പുനരുദ്ധരീകരിക്കുന്നതിനുമായി 10 ലക്ഷം ദിർഹത്തോളം സമാഹരിച്ചു. UAE റെഡ് ക്രസന്റുമായി സഹകരിച്ച് വി കെയർ യമൻ പദ്ധതിയിലേക്കാണ് പണം സമാഹരിച്ചത്. ഇതിഹാദ് എയർവേസ് സ്പോർട്സ് ആൻഡ് സോഷ്യൽ കമ്മിറ്റി അൽ ഫുർസാൻ ഇന്റർനാഷണൽ സ്പോർട്സ് റിസോർട്ടിൽ സംഘടിപ്പിച്ച വേൾഡ് ഏവിയേഷൻ ഫുട്ബോൾ കപ്പിന്റെയും ഫുഡ് ആൻഡ് ഫാഷൻ ഫെസ്റ്റിവലിന്റെയും സമാപനത്തിലാണ് യമനിലുള്ള സഹായം പ്രഖ്യാപിച്ചത്. 28 അന്താരാഷ്ട്ര വിമാന കമ്പനികളിൽ നിന്നും വ്യോമയാന ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള ടീമുകളാണ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത്. ഹെന്ന, പെയിന്റിംഗ്, മ്യൂസിക് ഷോ തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. അബുദാബി നഗരിയുടെ പൈതൃക കേന്ദ്രവും ചരിത്രത്തിന്റെ ഭാഗവുമായ ഖസർ അൽ ഹൊസൻ മഹോത്സവ പ്രതീതിയിലേക്ക് തിരിച്ചെത്തുന്നു. എമിറേറ്റിന്റെ പ്രതീകാത്മക ജന്മസ്ഥലവും അൽ നഹ്യാൻ കുടുംബത്തിന്റെ ആസ്ഥാനവുമായിരുന്ന ഖസർ അൽ ഹൊസനിൽ ഫെബ്രുവരി 3 മുതൽ 13 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. അബുദാബി എമിറേറ്റിലെ പൈതൃക കേന്ദ്രവും അൽ നഹ്യാൻ കുടുംബത്തിന്റെ ആസ്ഥാനവുമായിരുന്ന ഖസറുൽ ഹുസനിൽ ഫെബ്രുവരി 3 മുതൽ 13 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. അബുദാബിയിലെ ആദ്യ കെട്ടിടമായി അറിയപ്പെടുന്ന ഖസറുൽ ഹുസനിന്റെ സംരക്ഷണ പ്രവർത്തികൾ തുടരുന്നതിനിടയിലാണ് മഹോത്സവം എത്തുന്നത്. 2016 ഫെസ്റ്റിവൽ കോട്ടയുടെ ചരിത്ര പ്രാധാന്യം ആഘോഷിക്കുന്നതും UAE സ്ഥാപകരെയും ഭരണ നേതൃത്വത്തെയും ബഹുമാനിക്കുന്നതുമായിരിക്കും. അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിലാണ് 10 ദിവസത്തെ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. അബുദാബി വിനോദസഞ്ചാര സാംസ്കാരിക അതോറിറ്റിയാണ് സംഘാടകർ. ഖസറുൽ ഹുസൻ കോട്ടയെ അബുദാബിയുടെ സാംസ്കാരിക ഹൃദയമായി നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെട്ടിടത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സംരക്ഷണ പ്രവർത്തികൾ നടന്നുവരുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ മികവോടെയാണ് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. എമിറേറ്റിലെ പ്രമുഖ സാംസ്കാരിക പരിപാടിയായി ഖസറുൽ ഹുസൻ മഹോത്സവം മാറിക്കഴിഞ്ഞതായും ദേശീയ ചരിത്രം ജനങ്ങൾക്കും സന്ദർശകർക്കും ആഘോഷിക്കാനുള്ള അവസരമൊരുക്കുകയാണെന്നും TCA അബുദാബി ചെയർമാൻ മുഹമ്മദ് ഖലീഫ അൽ മുബാറക് പറഞ്ഞു. അബുദാബിയുടെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും ഓരോ സന്ദർശകനും മനസ്സിലാകുന്ന രീതിയിൽ പ്രദർശനമൊരുക്കിയിട്ടുള്ളതായും അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 അബുദാബി. കുവൈത്തിലെ ജലീബിൽ അൽ ഷൂക്കിലെ സർക്കാർ മാൾ ഇന്നു മുതൽ വൈകുന്നേരവും പ്രവർത്തിക്കും. 4 മണി മുതൽ 7 മണി വരെയായിരിക്കും മാളിന്റെ ഈവനിംഗ് ഷിഫ്റ്റ് പ്രവർത്തിക്കുക. വിവാഹ രജിസ്ട്രേഷൻ, സ്ഥാപനങ്ങളുടെയും വാടകയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ, കേസുമായി ബന്ധപ്പെട്ട വിവരമറിയൽ, കേസുകൾക്കുള്ള പിഴയൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ജലീബ് ഉൾപ്പെടെ സർക്കാർ മാളുകളിൽ ലഭിക്കുന്ന സേവനങ്ങൾ. ലിബറേഷൻ ടവർ, ജാബിർ അലി, ജഹ്റ എന്നിവിടങ്ങളിലാണ് ജലീബിന് പുറമെ സർക്കാർ മാളുകൾ ഉള്ളത്. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററിൽ ജനറൽ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഈ മാസം 16-ന് ആരംഭിക്കും. ഡിസംബർ 31 വരെ നീളുന്ന പാക്കേജ് കാലയളവിൽ 5 ദിനാറിന് ബ്ലഡ് ഷുഗർ, ലിപിഡ് പ്രൊഫൈൽ, യൂറിക് ആസിഡ് എന്നീ പരിശോധനകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. പരിശോധനകൾക്ക് ശേഷം ജനറൽ ഫിസിഷ്യനെ കാണാനുള്ള ഒരു കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. അംഗവൈകല്യമുള്ളവർക്ക് അടിയന്തര സഹായത്തിന് UAE-യിൽ എവിടെ നിന്നും ഇനി 999 നമ്പറിലേക്ക് SMS സന്ദേശം അയച്ചാൽ മതി. ഫോണിലൂടെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭിക്കുന്ന സന്ദേശത്തിന് ഉടൻ തന്നെ പ്രതികരണം ലഭിക്കുമെന്ന് ബ്രിഗേഡിയർ കാമിൽ ബുത്തി അൽ സുവൈദി പറഞ്ഞു. നബിദിനം പ്രമാണിച്ച് ഡിസംബർ 24-ന് പൊതു സ്വകാര്യ മേഖലകൾക്ക് അവധി പ്രഖ്യാപിച്ചു. 24 വ്യാഴാഴ്ച ആയതിനാൽ സർക്കാർ മേഖലയ്ക്ക് തുടർച്ചയായി 3 ദിവസവും സ്വകാര്യ മേഖലയ്ക്ക് 2 ദിവസവും അവധി ലഭിക്കും. ഫെഡറൽ നിയമം അനുസരിച്ചാണ് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് തൊഴിൽ മന്ത്രാലയം ശമ്പളത്തോടു കൂടിയുള്ള അവധി അനുവദിച്ചത്. ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും തൊഴിൽ മന്ത്രി സഗർ കോബാഷ് ആശംസകൾ നേരുകയും ചെയ്തു. ഖത്തർ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളായി കത്താര കൾച്ചറൽ വില്ലേജിൽ 43 പരിപാടികൾ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരേഡും സാംസ്കാരിക വിനോദ പരിപാടികളും ഒരുക്കിയാണ് ഖത്താറ ദേശീയ ദിനത്തെ വരവേൽക്കുന്നത്. ഖത്തറിലെ പ്രശസ്ത ഗായകൻ മുഹമ്മദ് അൽ സായിയെ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആദരിക്കും. വിവിധ സംഘടനകളുമായും സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് ഖത്താറ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 18, 19 തീയതികളിൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10 മണി വരെയും 19 രാവിലെ 10 മുതൽ രാത്രി 10 മണി വരെയും പരിപാടികൾ നടക്കും. ഖത്താറ ജനറൽ മാനേജർ ഡോക്ടർ അഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ സുലൈത്തിയും ദേശീയ ദിനാഘോഷ കമ്മിറ്റി ചെയർമാൻ അബ്ദുറഹ്മാൻ അൽ തമാമിയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ഖത്തർ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രവാസികൾക്കായി 4 ഇടങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ കേണൽ അബ്ദുള്ള ഖലീഫ അൽ മുഫ്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളും വിവിധ പ്രവാസി സമൂഹങ്ങളുമാണ് സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഡിസംബർ 17-18 തീയതികളിലായി ഏഷ്യൻ ടൗൺ, അൽവക്ര സ്പോർട്സ് ക്ലബ്, റയ്യാൻ സ്പോർട്സ് ക്ലബ്, അൽഖോർ ബർവ വർക്കേഴ്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബ് എന്നിവിടങ്ങളിലാണ് പരിപാടി നടക്കുക. ഇന്ത്യക്കാർക്കും ശ്രീലങ്കക്കാർക്കുമുള്ള ആഘോഷം ഏഷ്യൻ ടൗണിലെ ആംഫി തിയേറ്ററിലും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഓപ്പൺ സ്റ്റേയിലുമായി നടക്കും. ഇന്ത്യൻ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിവിധ കമ്മ്യൂണിറ്റി സ്കൂളുകളും ഈ 4 സ്ഥലങ്ങളിലുമായി കലാകായിക ഇനങ്ങളിൽ പങ്കാളികളാവും. സ്കൂളുകളും കമ്പനികളും വിവിധ കമ്മ്യൂണിറ്റികളും പങ്കാളികളാവുന്ന ദേശീയ ദിന പരേഡ് മത്സരം 4 ഇടങ്ങളിലും നടക്കുന്നുണ്ട്. കലാകായിക പരിപാടികളിൽ ഖത്തറിലെ 32 കമ്പനികളിൽ നിന്നുള്ള തൊഴിലാളികൾ പങ്കാളികളാവും. എല്ലാ പരിപാടികളിലും പ്രവേശനം സൗജന്യമാണ്. വിവിധ പ്രവാസി സമൂഹങ്ങളുടെ പ്രതിനിധികൾ, സ്കൂൾ പ്രതിനിധികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 ദോഹ. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വിപുലമായ രീതിയിൽ ബഹ്റൈൻ ദേശീയ ദിനാഘോഷം സംഘടിപ്പിക്കും. ഡിസംബർ 16 കാലത്ത് 9:30 ഇസ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി. ദേശീയ ദിന റാലിയും മറ്റിതര പരിപാടികളും അരങ്ങേറും. ഉദ്ഘാടന പരിപാടിയിൽ ബഹ്റൈനിലെ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമസ്ത ബഹ്റൈൻ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി മനാമയിൽ നടന്ന മദ്രസ വിദ്യാർത്ഥികളുടെ ബുർദ മജ്ലിസ് നടന്നു. സമസ്ത മദ്രസ വിദ്യാർത്ഥികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. നിരവധി പേർ മജ്ലിസിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. അബുദാബി കെട്ടിടത്തിൽ വൈദ്യുതി അറ്റകുറ്റപ്പണിക്കിടെ പൊട്ടിത്തെറിയുണ്ടായതിനെ തുടർന്ന് 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ടൂറിസ്റ്റ് ക്ലബ് ഏരിയയിലാണ് സംഭവം. കെട്ടിടത്തിലെ വൈദ്യുതി സംബന്ധമായ ജോലികൾ നടക്കുന്നതിനിടെയായിരുന്നു അപകടം. പരിക്കേറ്റ 3 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. അൽസലാം ആശുപത്രിക്ക് പിന്നിലുള്ള കെട്ടിടത്തിലാണ് സംഭവം നടന്നത്. മലയാളികളടക്കം നിരവധി പേർ താമസിക്കുന്ന കെട്ടിടമാണിത്. തിരൂരങ്ങാടി PSMO കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഷാർജയിൽ നടന്നു. PSMO കോളേജ് അലുമിനി അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിച്ചത്. മിലൻ 2015 എന്ന പേരിൽ ഒരുക്കിയ സംഗമത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം യത്തീംഖാന സെക്രട്ടറി MK ബാവ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ, അധ്യാപകരുടെ നിയമനം എന്നിവയ്ക്ക് 1 രൂപ പോലും കോഴ കൈപ്പറ്റാത്ത സ്ഥാപനമായി നിൽക്കാൻ സാധിക്കുന്നതാണ് PSMO സ്ഥാപനങ്ങളുടെ പ്രത്യേകതയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന ഉദാരമായ സഹായമാണ് ഈ മേഖലയിൽ സ്ഥാപനത്തിന്റെ വലിയ കരുത്തെന്നും ബാവ ചൂണ്ടിക്കാട്ടി. പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ ഫിറോസ് ബാബു ഗാനം ആലപിച്ചു. അലൂമിനി പ്രസിഡന്റ് CV അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പോക്കർ സാഹിബ്, MK ഹാജി എന്നിവരെ സമ്മേളനം അനുസ്മരിച്ചു. PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അലവിക്കുട്ടി, പ്രൊഫസർ അബ്ദുൽ അസീസ്, പ്രൊഫസർ ഹാറൂൺ, KT ഷാജു, റഫീഖ് പാറക്കൽ, അഡ്വക്കേറ്റ് സെയ്ദലവി എന്നിവർ സംസാരിച്ചു. മത്സരവിജയികൾക്ക് ബഷീർ പടിയത്ത് സമ്മാന വിതരണം നടത്തി. ജനറൽ സെക്രട്ടറി CD പടിയത്ത് സ്വാഗതവും ട്രഷറർ ഷാഫി കക്കാട് നന്ദിയും പറഞ്ഞു. തുടർന്ന് കമ്പവലി ഉൾപ്പെടെ വിവിധ മത്സര പരിപാടികളും അരങ്ങേറി. മീഡിയ 1 ഷാർജ. പ്രശസ്ത ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരന്റെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറത്തിന്റെ 10ാം വാർഷികത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. ജുഫൈറിലെ മജസ്റ്റിക് ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ചെയർമാൻ ശ്രീ ജോർജ് മാത്യു, ജനറൽ സെക്രട്ടറി ബഷീർ അമ്പലായി തുടങ്ങിയവർ നേതൃത്വം നൽകി. അരനൂറ്റാണ്ടിന്റെ പ്രവാസത്തിന് വിരാമമിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ് കൊടുങ്ങല്ലൂർ സ്വദേശി സലാം. 48 വർഷം അബുദാബിയിലെ ഒരേ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തതിന്റെ അപൂർവ റെക്കോർഡും സ്വന്തമാക്കിയാണ് ഇദ്ദേഹത്തിന്റെ മടക്കം. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ അധികം റോഡുകളോ ബിൽഡിങ്ങുകളോ ഇല്ല, സ്ഥാപനങ്ങളും കുറവാണ്, ബാങ്കുകൾ കുറവാണ്. ഞങ്ങളുടെ ബിൽഡിങ്ങുകൾക്ക് 3-4 4 സ്റ്റെയർ ബിൽഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡെവലപ്മെൻറ്റ് തുടങ്ങി. റോഡൊക്കെ വരുന്ന സമയത്ത് ദുബൈ അബുദാബി റോഡ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. വെറും സാൻഡായിരുന്നു. അതുകൊണ്ട് ശരിക്കുള്ള കാറിന് വരാൻ പറ്റിയില്ല. ഒരു ലാൻഡ് പിക്കപ്പിലാണ് അബുദാബിയിലെത്തിയത്. ഓർമ്മകളുടെ അറകളിൽ നിന്ന് പൊടി തട്ടിയൊടുക്കാൻ ഇങ്ങനെ നിരവധി കഥകളുണ്ട് സലാമിന്. അരനൂറ്റാണ്ട് മുമ്പ് മണൽക്കൂനക്ക് നടുവിൽ 4 നില കെട്ടിടങ്ങൾ മാത്രമുണ്ടായിരുന്ന അബുദാബിയിലേക്കായിരുന്നു എത്തിയത്. ആദ്യകാല പ്രവാസികളുടെ ദുരിതങ്ങൾ കണ്ടറിയുകയും അബുദാബി നഗരത്തിന്റെ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഫറൂഖ് കോളേജിൽ നിന്ന് ബിരുദം സ്വന്തമാക്കിയ ശേഷം 1963 സെപ്റ്റംബറിലായിരുന്നു സലാം എന്ന ചെറുപ്പക്കാരന്റെ പ്രവാസത്തിന്റെ ആരംഭം. ആദ്യമെത്തിയത് ബോംബെയിലാണെങ്കിലും 1968 ജനുവരിയിൽ UAE കടൽ കടന്നു. തുടർന്ന് അബുദാബിയിലെ
ഉമേർ ട്രാവൽസിൽ തുടർച്ചയായി 48 വർഷങ്ങൾ ജോലി ചെയ്തെന്ന റെക്കോർഡുമായാണ് നാട്ടിലേക്കുള്ള മടക്കം. കേഷ്യർ ജോലിയാണ് ഞാൻ ആദ്യം എടുത്തത്. അവർ തന്നത് എനിക്ക് അങ്ങനത്തെ ഇതുള്ള അവിടെ വേക്കൻസി ഉണ്ടായിരുന്നത് അവർ ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് കേഷ്യർ ജോബ് തരികയും ആ ജോലിയിൽ നിന്ന് അവർ പ്രൊമോട്ട് ചെയ്ത് എന്നെ പേഴ്സണൽ മാനേജർ പൊസിഷനിൽ എത്തിച്ച് ഇപ്പോൾ പേഴ്സണൽ മാനേജർ പൊസിഷനിലായിട്ട് 38 കൊല്ലമായി. കാഷ്യറായി തുടങ്ങിയ ജോലിയിൽ പിന്നെ വെച്ചടി കയറ്റമായിരുന്നു. 38 വർഷം കമ്പനിയുടെ പേഴ്സണൽ മാനേജറായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ഈ പടിയിറക്കം. 17 ജീവനക്കാരിൽ നിന്ന് 700 ജീവനക്കാരിലേക്ക് വളർന്ന സ്ഥാപനത്തിലെ ഇത്രയും കാലത്തിനിടയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനെന്ന നിലയിലാണ് സ്വയം വിരമിക്കുന്നത്. അബുദാബിയിലെ കാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യം കൂടിയാണ് ഇദ്ദേഹം. കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ പ്രിയപ്പെട്ട സലാം 74 വയസ്സിൽ പ്രവാസത്തിന് വിരാമമിടുമ്പോൾ നാട്ടുകാരും പ്രതീക്ഷയിലാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, അബുദാബി. തുടർച്ചയായ 40 വർഷത്തെ പ്രവാസത്തിനു ശേഷം ദുബായിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയ തൃശൂർ അണ്ടത്തോട് ബാപ്പൂട്ടിയുടെ വിയോഗം പ്രവാസലോകത്തും വേദന പടർത്തി. ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ദുബായിൽ ചെലവഴിച്ച ബാപ്പൂട്ടിക്ക് മീഡിയ 1 വാർത്തയായിരുന്നു നാട്ടിലേക്കുള്ള വഴിയൊരുക്കിയത്. കഴിഞ്ഞ വർഷത്തെ ഡിസംബറിലായിരുന്നു ബാപ്പുട്ടി എന്ന പ്രവാസി തുടർച്ചയായ 40 വർഷത്തെ പ്രവാസത്തിൽ നിന്ന് വിടവാങ്ങി നാടണഞ്ഞത്. എന്നാൽ ഈ ഡിസംബറിൽ ജീവിതത്തിൽ നിന്ന് തന്നെ വിടവാങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു ബാപ്പുട്ടിയുടെ മരണം. ഉറ്റവരെയോ ഉടയവരെയോ അറിയാതെ ദുബൈയിലെ ഒരു അറബി വീട്ടിൽ ജോലിക്കാരനായി കഴിഞ്ഞ ബാപ്പുട്ടിയുടെ ജീവിതകഥ മീഡിയ 1ലൂടെയായിരുന്നു ആദ്യമായി പുറംലോകമറിഞ്ഞത്. തുടർന്നു വന്ന നിരവധി അന്വേഷണങ്ങളിൽ നിന്ന് സഹോദരിയും മക്കളും ബാപ്പുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു. തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ബാപ്പുട്ടി സഹോദരിപുത്രൻ ഹനീഫയുടെ അണ്ടത്തോടെ വീട്ടിലായിരുന്നു താമസം. 57 വയസ്സായിരുന്നു. രാവിലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 40 വർഷക്കാലം മറ്റൊരു പ്രവാസിയും കടന്നുപോവാത്ത ജീവിതാനുഭവങ്ങളിലൂടെയായിരുന്നു ബാപ്പുട്ടിയുടെ പ്രവാസം. ഒടുവിൽ നാടണഞ്ഞ് 1 വർഷത്തിനുള്ളിലുണ്ടായ ബാപ്പുട്ടിയുടെ വിയോഗത്തിൽ പ്രവാസലോകവും പങ്കുചേരുകയാണ്. മീഡിയ 1, ദുബായ്. യൂത്ത് ഇന്ത്യ ദമാമിൽ സംഘടിപ്പിച്ച സ്പോർട്ടിവോ 2015 മെഗാ കായികമേളയിൽ അൽക്കോബാർ യൂത്ത് ഇന്ത്യ ഓവറോൾ കിരീടം സ്വന്തമാക്കി. 5 വേദികളിലായി നടന്ന മേളയിൽ കിഴക്കൻ പ്രവിശ്യയിലെ 16 പ്രമുഖ ക്ലബ്ബുകളുടെ 100 കണക്കിന് താരങ്ങളാണ് മാറ്റുരച്ചത്. വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെ സമാരംഭം കുറിച്ച കായികമേള ഇന്ത്യൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുസലാം ഉദ്ഘാടനം ചെയ്തു. 100, 200, 1500 മീറ്റർ ഉൾപ്പെടുന്ന ട്രാക്ക് ഇനങ്ങളും ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഷോട്ട്പുട്ട് തുടങ്ങിയ ഇനങ്ങളും ഹോപ്പ് ജംപ്, ലോങ് ജംപ്, ബോൾ ബാലൻസിംഗ്, ബോൾ ബാസ്കറ്റിംഗ് തുടങ്ങി വ്യത്യസ്തങ്ങളായ 4 ഇനങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു വ്യക്തിഗത മത്സരങ്ങൾ. റിലേ, ക്രിക്കറ്റ്, പെനാൽറ്റി ഷൂട്ടൌട്ട്, വടംവലി, മാർച്ച് പാസ്റ്റ് എന്നീ ഗ്രൂപ്പ് ഇനങ്ങളിലും വാശിയേറിയ പോരാട്ടമാണ് നടന്നത്. യൂത്ത് ഇന്ത്യ ക്ലബ്ബ് അൽഖോബാർ 1ാം സ്ഥാനവും യൂത്ത് ഇന്ത്യ ക്ലബ്ബ് ജുബൈൽ 2ാം സ്ഥാനവും തനിമ FC ക്ലബ്ബ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഓവറോൾ ചാമ്പ്യന്മാർക്ക് ദമാം ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷാഫി ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. എല്ലാ മത്സരങ്ങളിലെയും വിജയികൾക്ക് മെഡലും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ജോൺസൺ കീപ്പള്ളി, റഫീഖ് കൂട്ടിലങ്ങാടി, CP മുസ്തഫ, അമീൻ ചുനൂർ, അക്ബർ വാണിയമ്പലം തുടങ്ങിയവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മീഡിയ 1, ദമാം. ഖത്തറിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ഫിലിപ്പിനോ വനിതയുടെ ഭർത്താവും മകളും കൂടി മരിച്ചു. പുക ശ്വസിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ജീവനക്കാരൻ റാഫേൽ പോൾ, മകൾ മിഖായേല എന്നിവരാണ് മരിച്ചത്. HMCയുടെ മുന്തസയിലെ താമസ സ്ഥലത്ത് ഡിസംബർ 7 രാവിലെയാണ് തീപിടുത്തമുണ്ടായത്. ഫിലിപ്പിനോ കത്തോലിക്ക ചർച്ച് വിഭാഗങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയായിരുന്നു ചോണ റിയാൻ പിൻകുളാണ് തീപിടുത്തത്തിൽ ആദ്യം മരിച്ചത്. ദുബായ് എമിറേറ്റ്സ് റോഡിൽ നടന്ന വാഹനാപകടത്തിൽ മലയാളി മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ഷാനിബ റിജാദാണ് മരിച്ചത്. ഭർത്താവ് റിജാദും 3 വയസ്സുള്ള മകൾ ശൈശയും പരിക്കേറ്റ് ചികിത്സയിലാണ്. ശനിയാഴ്ച രാത്രി 12 മണിയോടെ ഇവർ സഞ്ചരിച്ച കാറിന് പിന്നിൽ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഗുരുതര പരിക്കുകളോടെ ദുബായ് റാഷിദ് ആശുപത്രിയിലെത്തിച്ച ഷാനിബ ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് മരിച്ചത്. ഷാനിബയുടെ മൃതദേഹം ദുബായ് അൽഖൂസ് ശ്മശാനത്തിൽ ഖബറടക്കി. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ പേര് ദുബായിലെ ഗോൾഫ് കോംപ്ലക്സിൽ പുനഃസ്ഥാപിച്ചു. വ്യാഴാഴ്ചയാണ് മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിയതിനെ തുടർന്ന് ട്രംപിന്റെ പേര് ഗോൾഫ് കോംപ്ലക്സ് കെട്ടിടത്തിൽ നിന്ന് മാറ്റിയത്. ഗൾഫ് രാജ്യങ്ങളിൽ ട്രംപിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നതിനിടെയാണ് നടപടി.
അമേരിക്കയിലേക്ക് മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കരുതെന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെയാണ് ദുബായിലെ ഗോൾഫ് കോംപ്ലക്സിൽ ട്രംപിന്റെ പേര് വീണ്ടും സ്ഥാപിച്ചത്. പ്രമുഖ വ്യവസായി കൂടിയായ ട്രംപിനൊപ്പം ചേർന്ന് ദമാക് പ്രോപ്പർട്ടീസ് എന്ന കമ്പനി നിർമ്മിച്ച ദുബായിലെ ഗോൾഫ് ക്ലബ് കോംപ്ലക്സിലാണ് ട്രംപിന്റെ പേര് പുനഃസ്ഥാപിച്ചത്. കാലിഫോർണിയയിൽ 2 മുസ്ലിങ്ങൾ നടത്തിയ വെടിവെപ്പിനെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിനിടെയാണ് ട്രംപ് വിവാദ പ്രസ്താവന നടത്തിയത്. കെട്ടിടത്തിന്റെ കവാടത്തിനടുത്തുള്ള പുൽത്തകിടിയിൽ കമ്പനിയുടെ പേരിനൊപ്പം സ്ഥാപിച്ചിരിക്കുന്ന ട്രംപിന്റെ പേരാണ് കഴിഞ്ഞ ദിവസം എടുത്തുമാറ്റിയത്. എടുത്തുമാറ്റി 2 ദിവസത്തിനു ശേഷം ട്രംപിന്റെ പേര് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പേരെടുത്തുമാറ്റിയതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ദമാക് പ്രോപ്പർട്ടീസ് അധികൃതർ തയ്യാറായില്ല. ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ലാൻഡ്മാർക്ക് ഉൾപ്പെടെ വിവിധ കമ്പനികൾ ട്രംപ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. സൗദി രാജകുമാരൻ അൽ വലീദ് ബിൻ തലാൽ ട്രംപിനെതിരെ ട്വീറ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇതോടെ ഇന്നത്തെ മീഡിയ സ്റ്റാർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.